Hi everyone, this is an online lecture series from SNIT Adur. Today we are going to study the subject electromagnetics. It is having a course code of EE302 and my name is Swati Sugadan. I am working as an assistant professor in AAA department of SNIT Adur. We were discussing module 6. In the previous sessions we discussed about plane wave propagation in different mediums and parameters of transmission line, and then we found the solution for lossless line and we found that what is characteristics impedance. In this session we are going to study about input impedance of a transmission line, reflection coefficient and voltage standing wave ratio or VSWR. Okay, so നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ട്രാൻസ്മിഷൻ ലൈൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിലുള്ള ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. സോ നമുക്ക് അറിയാം ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടാവും. സോ രണ്ട് പാരലൽ കൊയാക്സിയൽ ലൈൻസ് ഉണ്ടാവും. അതിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഈ ഫിഗർ നോക്കിയാൽ അറിയാം, വി ആർ ഹാവിങ് രണ്ട് കൊയാക്സിയൽ കേബിളാണ്. സോ അതിനകത്തെ ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻപുട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത് നമ്മളുടെ സോഴ്സാണ്, ജനറേറ്ററാണ്, ഇത് നമ്മുടെ ലോഡാണ്. അതായത് നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ എവിടെ ജനറേറ്റ് ചെയ്യുന്നോ അത് VG റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് നമുക്കിവിടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ല. സോ അതിനെയാണ് നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ ലോഡ് വെച്ച് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് ഈ Z=0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് ആ ഇസഡിനെയാണ് നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈനാണ് ഓഫ് ലെങ്ത് L. Z=L ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ഇതിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് Z0. ഓക്കെ, സോ ഇത് നമ്മൾ എന്താണെന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. ഓക്കെ, സോ ദിസ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് കണക്റ്റഡ് ടു എ ലോഡ് ZL. സോ ദിസ് ഈസ് അവർ ഡെസ്റ്റിനേഷൻ. സോ ഈ ട്രാൻസ്മിഷൻ ലൈൻ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. Okay, so from this figure we can see a generation is in the input side and this generation, from this generation side we can see the input impedance Zn. The transmission line, so the transmission line and the connected load. Okay, transmission line and connected load ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കറിയാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു ഫസ്റ്റിൽ കാണുന്ന സർക്യൂട്ടിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഈ സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ ഇൻപുട്ട് ജനറേറ്റിംഗ് സോഴ്സ് ഉണ്ട്, നമ്മുടെ ലോഡുണ്ട്. സോ ലോഡിൽ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? Zn എന്ന് പറയുന്നതാണ് ഇതേ സെയിം ഇമ്പിഡൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് വാട്ട് ഈസ് ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, സോ ഇതിനകത്ത് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും രണ്ട് ഇക്വേഷൻസ് ആണ്. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ വോൾട്ടേജ് അറ്റ് എ ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. V(D) = VR cos H gamma D plus Z0 IR sin H gamma D. And the current experienced at a distance D എന്ന് പറയുന്നത് IR cos H gamma D plus VR divided by Z0 sin H gamma D. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഞാൻ തന്നിട്ടുള്ള നോട്ടിലുണ്ട്, നിങ്ങളത് നോക്കുക. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആണ് അല്ലേ. സോ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം? Z input is equal to V(D) by I(D). ഓക്കെ, സോ നമുക്ക് V(D)യുടെയും I(D)യുടെയും ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഐക്ക് പകരം VR by Z0.
അല്ലേ? വി ബൈ ആർ എന്ന് നമുക്കറിയില്ലേ കറണ്ടിന് ഓംസ് ലോ വെച്ചിട്ട്. ഓക്കെ, സോ ഇനി ഈ ഇക്വേഷനിൽ നിന്ന് ഇതിൻ്റെ ഡിനോമിനേറ്റർ സൈഡ് ഇസഡിനെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഇസഡിനെ ഐ ആറിൻ്റെ കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ബൈ ഇസഡ് വരും. സോ അങ്ങനെ നമ്മളിതിനെ അഡ്ജസ്റ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, റീഅറേഞ്ച് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ വി ആറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കും. ദാറ്റ് ഈസ് ഐ ആർ ഇസ് ഈക്വൽ ടു ഇസഡ് ആർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇസഡ് ഇൻ ഇസ് ഈക്വൽ ടു Z0 IR ZR plus ZR IR tan H gamma D divided by IR Z0 plus IR ZR tan H gamma D. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ IR ഓൾ ടേംസിനകത്ത് കോമൺ ഉണ്ട്. സോ IR ബ്രാക്കറ്റിന് വെളിയിൽ എടുത്താൽ അത് ക്യാൻസലായി പോവും. സോ റിമൈനിങ് ടൈം എന്ന് പറയുമ്പോൾ എന്ത് വരും? Z0 ഇൻറ്റു ZR പ്ലസ് Z0 tan H gamma D plus divided by Z0 plus ZR tan H gamma D. സോ ഇനിയത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷനകത്ത് ZR ഉണ്ട്. സോ ZR എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ പോയിന്റിലെ ഇമ്പിഡൻസ് ആണ്. ഓക്കെ, സോ അവിടുത്തെ നമ്മുടെ ടെർമിനൽ പോയിന്റിൽ എന്താണുള്ളത്? അവിടെ ലോഡാണുള്ളത്. സോ ZRനെ ഞാൻ ZL വെച്ചിട്ട് ലോഡ് ഇമ്പിഡൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ അപ്പോൾ എൻ്റെ ZNൻ്റെ ഇക്വേഷൻ എന്ത് വരും? വി വിൽ ഗെറ്റ് ദ ഫൈനൽ ഇക്വേഷൻ ഫോർ ഇൻപുട്ട് ഇമ്പിഡൻസ്. Zn is equal to Z0 into ZL plus Z0 tan H gamma D divided by Z0 plus ZL tan H gamma D. So this is the input impedance for a lossy transmission line. Okay. So lossless transmission line കേസിൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് അറിയാം. സോ നമുക്ക് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ ആയിരിക്കും. സോ ഇൻ കേസ് ഓഫ് എ ലോസ്ലെസ് ലൈൻ ദ അറ്റൻവേഷൻ കോൺസ്റ്റന്റ് ആൽഫ വിൽ ബി ഈക്വൽ ടു 0. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാമ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബിക്കം ജെ ബീറ്റ. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷനകത്ത് അപ്പോൾ ടാൻ എച്ച് ഗാമ ഡി എന്തായിട്ട് മാറും? ജെ ബീറ്റ ഡി. ഓക്കെ, സോ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ലോസ്ലെസ് ലൈനിൻ്റെ കേസിൽ ഇസഡിൻ എങ്ങനെ എഴുതാം? വി വിൽ ഗെറ്റ് ഇസഡിൻ ഈസ് ഈക്വൽ ടു Z0 ഇൻറ്റു ZL പ്ലസ് ജെ. സോ നമ്മുടെ ഈ ടാൻ എച്ചിൻ്റെ ആംഗിളിനുള്ളിലായിരുന്നു ജെ, അത് വെളിയിലെടുക്കുമ്പം അതെന്തായിട്ട് മാറും? ടാൻ എച്ച് എന്നുള്ളത് ടാനായിട്ട് മാറും. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ഇസഡിൻ ഈസ് ഈക്വൽ ടു Z0 ZL plus J Z0 tan beta D divided by Z0 plus J ZL tan beta D. Okay, so this is the equation for input impedance in case of a lossless line, whereas this is the equation for input impedance in case of a lossy line. Next topic ആണ് reflection ratio. So this will be represented by the capital letter gamma. Okay, സോ റിഫ്ലക്ഷൻ റേഷ്യോ പറയുന്നതിന് മുന്നേ നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് നോക്കാം. സോ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് രണ്ട് തരത്തിലുണ്ട്. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഫസ്റ്റ്. സോ ലെറ്റ് സി, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് റിഫ്ലക്ഷൻ വേവ് ടു ദ ഇൻസിഡൻറ്റ് വേവ് അറ്റ് ദ ലോഡ്. ഓക്കെ, സോ റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ഇൻസിഡൻറ്റ് വേവിൻ്റെയും, സോ നമ്മളുടെ ട്രാൻസ്മിഷൻ ലൈനിൽ ജനറേറ്റിംഗ് സൈഡിൽ നിന്നും ലോഡിലേക്ക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പം നമുക്കറിയാം ഇൻ പ്രാക്ടിക്കൽ കേസ്, ഒരു ഐഡിയൽ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഇൻപുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ ലോഡിലെത്തണം, അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്ററിലുള്ളത് ഫുള്ള് ലോഡിലെത്തണം. ബട്ട് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതിൻ്റെ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 100% ആയിട്ടുള്ളൊരു വേവ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഒരു 60% നമ്മുടെ ലോഡിലെത്തത്തുള്ളൂ. ബാക്കി 40% എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഓക്കെ, സോ അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. സോ അതിനെ റിഫ്ലക്റ്റഡ് എന്നാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോയി റിഫ്ലക്റ്റഡ് ആയിട്ട് ഒരു വേവ് ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ വോൾട്ടേജ് റിഫ്ലക്ഷൻ വേവ്, സർ നമ്മുടെ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് വോൾട്ടേജ് റിഫ്ലക്ഷൻ വേവ് ടു ദ ഇൻസിഡൻറ്റ് വേവ്. സോ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത വേവ് എത്രയാണോ അതിൻ്റെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് വേവിൻ്റെ വോൾട്ടേജ് ആണ് നമ്മുടെ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. വേറസ് കറണ്ടിൻ്റെ കേസിലോ, current reflection coefficient at any point on the line is the negative of the voltage reflection coefficient at that point. Okay, so voltage reflection coefficient in a negative ആണ് current reflection coefficient എന്ന് പറയുന്നത്. Okay, so നമുക്ക് reflection ratio
the reflection ratio is represented by capital letter gamma L, is given by the equation gamma L is equal to ZL minus Z0 divided by Z0 plus ZL. Okay, so this is our load impedance, characteristics impedance, that is our total impedance. This is our reflected wave in the case, this is our incident wave in the case. Okay, so next concept is voltage standing wave ratio, അല്ലെങ്കിൽ VSWR. So when two waves of same amplitude and wavelength traveling in opposite direction superimpose and they will superimpose and a stationary wave pattern are occurred. This complete standing wave pattern occur when the line is short circuited or open circuit. Okay, so ഒരു സ്റ്റാൻഡിങ് വേവ് ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മളുടെ കേസിലുള്ള രണ്ട് വേവ്സ് സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം വേവ് ലെങ്ത്തും ഉള്ള രണ്ട് വേവ്സ് ബട്ട് ബോത്ത് ആർ ഇൻ ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിനെ ഒന്ന് നമ്മുടെ ഇൻസിഡൻറ്റ് വേവ് ഒന്ന് റിഫ്ലക്റ്റഡ് വേവ് ആണെന്ന് കൂട്ടിക്കോ. ഓക്കെ, സോ അങ്ങനെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം വേവ് ലെങ്ത്തും ആംപ്ലിറ്റ്യൂഡും ഉള്ള വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ ദേ വിൽ സൂപ്പർ ഇമ്പോസ്. ഓക്കെ, അത് എന്ത് ചെയ്യും, സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു വേവ് പാറ്റേൺ ജനറേറ്റ് ചെയ്യും വിച്ച് ഈസ് നോൺ ആസ് എ സ്റ്റേഷനറി വേവ് പാറ്റേൺ. ഓക്കെ, സോ ഈ സ്റ്റേഷനറി വേവിൻ്റെ റേഷ്യോ ആണ് വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ എന്ന് പറയുന്നത്. സോ VSWR അതായത് വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വോൾട്ടേജ് മാക്സിമം to voltage minimum. So this is the ratio between maximum voltage of the wave to the minimum voltage of the wave. Also we can say that it is a measure of power transfer to the load. പവർ ലോഡിലേക്ക് എത്രത്തോളം പവർ ജനറേറ്ററിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു മെഷറും കൂടിയാണ് ഈ വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, so and it is given by the equation S is equal to V max by V minimum or I max by I minimum. Also we can say that in terms of reflection coefficient S is equal to 1 plus magnitude of gamma L divided by 1 minus magnitude of gamma L. Okay, so in this session we studied about input impedance. So input impedance in case of a lossy and lossless. So ഇതായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ ഇത് ലോസി ലൈനിൻ്റെ കേസിലാണ്. ഒരു ലോസ്ലെസ് ലൈൻ ആകുമ്പോൾ എന്ത് പറ്റും എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അതായത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് 0 ആവും എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ഗാമയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മളങ്ങനെ രണ്ട് കേസ് കണ്ടു. അതുപോലെ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ വോൾട്ടേജ് റിഫ്ലക്ഷൻ റേഷ്യോയും കറണ്ട് റിഫ്ലക്ഷൻ റേഷ്യോയും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് പറഞ്ഞത് വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഇൻ ടേംസ് ഓഫ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ സെഷനിൽ നിന്ന് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആൻഡ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഈ ക്വസ്റ്റ്യൻ ഡിസംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതുക. So if you have any doubt, you can contact me in my mail ID. Thank you.